ഹലോ ഫ്രണ്ട്സ്, യാവേ കാർ റിപ്പയർ ഇൻഫർമേഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഷിഫ്റ്റ് കാറാണ്, മാരുതി ഷിഫ്റ്റ്. അതിൽ വന്നിട്ട് സ്റ്റിയറിംഗ് ടൈറ്റ് ആയിട്ടിരിക്കുന്നത്, അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ടേൺ ചെയ്താലും സ്റ്റിയറിംഗ് കറങ്ങാൻ ഭയങ്കര ടൈറ്റാണ്. നമ്മൾ നോർമൽ സ്റ്റിയറിംഗ് പോലെയാണ് ടേൺ ആകുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ടേണിംഗ് ഒക്കെ തിരിക്കുമ്പോൾ വൺ സൈഡ് കൊരുത്ത് പിടിക്കുന്നതും, സ്ട്രൈറ്റാണ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ലൈറ്റാണ് ടേൺ ചെയ്യുമ്പോൾ വന്നിട്ട് വൺ സൈഡ് പുള്ള് ചെയ്തുകൊണ്ട് പോകുന്നതാണ് കംപ്ലൈൻറ്റ്. ഇത് നമുക്ക് മെയിനായിട്ട് ഈ പ്രോബ്ലം വരുന്നത് ഒത്തിരി ഓടാത്ത വണ്ടികൾക്കാണ്. അതായത് 1 മാസം 1.5 മാസമൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടിരിക്കുന്ന വണ്ടിക്കാണ് ഈ കംപ്ലൈൻ്റ് ഒക്കെ വരുന്നത്. ഇതിന് ഇപ്പോൾ സ്റ്റിയറിംഗ് കോളം ഫുള്ളായിട്ട് നമ്മൾ റിമൂവ് ചെയ്ത് സർവീസ് ചെയ്താൽ മതിയാകും. അപ്പോൾ ഇത് സ്റ്റിയറിംഗ് കോളം സെറ്റോടെ എടുത്ത് അത് വളരെ കെയർഫുള്ളായിട്ട് ഓരോ പാർട്സും റിമൂവ് ചെയ്യണം. കാരണം ഇതിൽ നമ്മളിപ്പോൾ തട്ടയോ ഒരുപാട് ഷേക്ക് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഇതിൽ ടോർക്ക് സെൻസർ എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്, അത് വന്നിട്ട് ഡാമേജ് ആകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ബെയറിംഗ് എല്ലാം ചെറിയ ചെറിയ ബെയറിങ്ങുകളാണ്. അപ്പോൾ നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ മാക്സിമം അതിൻ്റെ ടൂൾസ് വെച്ച് തന്നെ റിമൂവ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം നമ്മൾ കൈ കൊണ്ട് തന്നെ ചിറ്റിയിൽ യൂസ് ചെയ്തോ വേറെ തട്ടയോ ഒന്നും ചെയ്യാതെ കൈ കൊണ്ട് തന്നെ എല്ലാ പാർട്സ് റിമൂവ് ചെയ്താൽ മതി. അപ്പോൾ ഇത് എൻ്റെ മോട്ടോർ പിടിപ്പിക്കുന്ന ടോപ്പ് കവറാണ്. ഇതിൻ്റെ അകത്ത് ആ വീലിൽ വന്നിട്ട് റാക്ക് പിനിയൻ സെറ്റാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ അതിലിരിക്കുന്ന പഴയ ഗ്രീസ് മൊത്തം, അതായത് ഹാർഡായിട്ടിരിക്കും, ഗ്രീസ് വന്നിട്ട് ഉറങ്ങിയിരിക്കുന്നതാണ്. അത് മൊത്തം നമ്മൾ റിമൂവ് ചെയ്ത് നല്ല വൈപ്പ് ചെയ്തെടുക്കണം. മാക്സിമം നല്ലപോലെ തുടച്ചെടുക്കണം. തുടച്ചെടുത്ത് അതിൻ്റെ ആ പല്ലിൻ്റെ ഇടയിലായിട്ട് നല്ല ഗ്രീസ് ഉറങ്ങി മാവ് പോലെ കട്ട പിടിച്ചിരിക്കും. അതിനെ ലൈറ്റാ നമ്മൾ എന്തെങ്കിലും ഒരു ടൂൾസ് വെച്ച് ലൈറ്റാ ചുരണ്ടി ചുരണ്ടി എടുത്ത് നല്ലപോലെ ക്ലീൻ ചെയ്യണം. ആ വീലിൻ്റെ സൈഡും ഫുള്ള് നല്ലപോലെ അതിൽ ഒരു ഗ്രീസ് ഇരിക്കാതെ വേണം ഫുള്ള് വൈപ്പ് ചെയ്തെടുക്കണം. അത് മോട്ടർ ഡ്രൈവ് കൺവേർട്ട് ചെയ്യുന്ന പിനിയൻ യൂണിറ്റ് ആണ്. അതിൽ ബിയറിങ്ങിലും അതിൻ്റെ പിനിയൻ സെറ്റിൽ നല്ല ഗ്രീസ് ഉറങ്ങിയിരിപ്പുണ്ട്. അതിനെയും നല്ലപോലെ തുടച്ചെടുക്കണം. പിന്നെ ഫുള്ള് നല്ലപോലെ എയർ അടിച്ച് ക്ലീൻ ചെയ്താൽ മതി. അപ്പോൾ ഫുള്ള് ഒരു ഗ്രീസ് ഇല്ലാതെ ഫുള്ളായിട്ട് വൈപ്പായി പോകും. അതിൻ്റെ പുതിയ ഗ്രീസ് കുറച്ച് കട്ടി കുറഞ്ഞ ഗ്രീസാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യാനുള്ളത്. കട്ടി കൂടിയ ഗ്രീസ് ആണെങ്കിലും കുറച്ച് ഓയിൽ മിക്സ് ചെയ്താൽ മതി. നല്ല ഓയിൽ, സിന്തറ്റിക് ഓയിൽ എന്തെങ്കിലും മിക്സ് ചെയ്ത് ലൂസാക്കിയിട്ട് നല്ലപോലെ തേച്ച് പിടിപ്പിച്ചാൽ മതി. ബിയറിങ്ങിലും അതിൻ്റെ പിനിയൻ സെറ്റിലും ഗിയർ വീലിലും എല്ലാത്തിലും പിടിപ്പിച്ച് ഫുള്ള് സെറ്റ് ചെയ്തിട്ട് റിമൂവ് ചെയ്തതുപോലെ തന്നെ കെയർഫുള്ളായിട്ട് തിരിച്ച് അതുപോലെ സെയിം പൊസിഷൻ നോക്കി റിമൂവ് ചെയ്ത് അതേ പൊസിഷനിൽ വെച്ച് ബോൾട്ടിട്ട് ടൈറ്റ് ചെയ്താൽ മതിയാവും. അല്ല, വീണ്ടും പറയുകയാണ്, നമ്മളിപ്പോൾ റിമൂവ് ചെയ്യുമ്പോഴും സെറ്റ് ചെയ്യുമ്പോഴും അടിച്ച് തട്ടിയോ മരക്കട്ട വെച്ച് തട്ടിയോ അതോ ചിറ്റിയിൽ വെച്ച് തട്ടിയോ ഒന്നും ടൈറ്റ് ചെയ്യരുത്. മാക്സിമം നമ്മളിത് കറക്റ്റ് പ്രിസിഷൻ സൈസിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കറക്റ്റായിട്ട് അതിനെ ഫിക്സ് ചെയ്താൽ മതി. അത് ലൈറ്റായിട്ട് നമ്മൾ കൈ വെച്ച് തന്നെ തട്ടിയാൽ മതിയാകും, അത് കറക്റ്റായി ഫിക്സ് ആകും. ഫിക്സ് ചെയ്ത് ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്താൽ മതി. പിന്നെ മാക്സിമം നമ്മൾ ഈ പിനിയൻ സെറ്റ് ചെയ്യുമ്പോൾ ആ കറക്റ്റ് പൊസിഷനിൽ ആ വീലിൻ്റെ പല്ലിലും അതിൻ്റെ താഴെയുള്ള ബിയറിങ്ങിലും കറക്റ്റ് സെറ്റ് ആയില്ലെങ്കിൽ കയറി പോകത്തില്ല. നമ്മൾ ചിറ്റിയിലിട്ട് അടിച്ചാലും പോകത്തില്ല. ചിറ്റിയിലിട്ട് അടിച്ചാൽ ഡാമേജ്, എങ്കിൽ നമ്മൾ അസംബ്ലി ആയിട്ട് മാറേണ്ടി വരും. ചിറ്റിയിലിട്ട് തട്ടരുത്. കൈ വെച്ച് പ്രസ് ചെയ്താൽ മതി. കറക്റ്റ് പൊസിഷനിൽ വെച്ച് ലൈറ്റായി പ്രസ് ചെയ്താലേ അത് ഉള്ളിൽ പോകണ്ടോ. അത് രണ്ടത്തെ സർക്ലിപ്പ് ലോക്ക്, അതിലും അതൊരു പൊസിഷനുണ്ട്, ടാപ്പറായിട്ടിരിക്കും. അതേ പൊസിഷനിൽ സെയിം പൊസിഷനിൽ വെച്ച് സർക്ലിപ്പ് ഇടുക, ലോക്ക് ചെയ്യുക.
2 സർക്കിൾ വരും. ഒന്ന് പിനിയൻ സെറ്റിലും ഒന്ന് നമ്മൾ പുറകിൽ നിന്ന് എടുക്കുന്ന ഇതില്. രണ്ട് മോട്ടോർ വെച്ച് ടൈറ്റ് ചെയ്യുമ്പോൾ അതിന്റെ പല്ല് കറക്റ്റ് ലോക്കായി ടൈറ്റ് ചെയ്താൽ മതിയാവും. വണ്ടിയിൽ സെറ്റ് ചെയ്യാണ്. സ്റ്റിയറിംഗ് കോളം തിരിച്ച് വണ്ടിയിലോട്ട് സെറ്റ് ചെയ്യാണ്. സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി സ്റ്റാർട്ട് ചെയ്ത് ടേൺ ചെയ്ത് നോക്കാം. ഇപ്പം നല്ല ഫ്രീ ആയിട്ട് ടേൺ ആവുന്നുണ്ട്. വണ്ടി പുതിയത് എടുക്കുമ്പോൾ എങ്ങനെ ടേൺ ആവുന്ന അതേ സ്മൂത്ത്നെസ് ഇപ്പോൾ കാണും. ഇനി വൺ സൈഡ് പുൾ ചെയ്ത് പോയോ തിരിച്ച് റിട്ടേൺ കറങ്ങി വരാതിരിക്കുകയോ ചെയ്യത്തില്ല. നല്ലപോലെ ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ സ്റ്റിയറിംഗ് ഹാർഡായി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് സർവീസ് ചെയ്താൽ മതിയാവും. ചെറിയ കോസ്റ്റ് ആകത്തുള്ളൂ. റിമൂവ് ചെയ്യാനും സർവീസ് ചെയ്യാനും കുറച്ച് സമയമെടുക്കും. 1 to 1.5 മണിക്കൂറാകും. താങ്ക് യു.